നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആര് സ്വന്തമാക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത്. വരുന്ന ഒക്ടോബർ 28 പാരീസിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ചടങ്ങിലാണ് ഈ ഒരു പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിക്കുക. നിലവിൽ 3 താരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. റയൽ മാഡ്രിഡ് സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രി എന്നിവരാണ് ഈ 3 താരങ്ങൾ. യുവേഫ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് റോഡ്രി ആയിരുന്നു. കൂടാതെ സ്പെയിനൊപ്പം ആ ഒരു യൂറോ കപ്പും അദ്ദേഹം സ്വന്തമാക്കി. ഇതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചത്. ഇപ്പോഴിതാ തന്റെ താരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ബാലൻഡിയോർ റോഡ്രിക്ക് ലഭിച്ചാൽ താൻ വളരെയധികം ഹാപ്പി ആയിരിക്കും എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാലൻഡിയോർ പുരസ്കാരം റോഡ്രിക്ക് ലഭിച്ചാൽ ഞാൻ വളരെയധികം സന്തോഷവാനായിരിക്കും. അതെനിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥിരത അത് മാരകമാണ്. എപ്പോഴും മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ബാലൻഡിയോർ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുക, അതിൽ നോമിനേറ്റ് ചെയ്യപ്പെടുക, ബാലൻഡിയോർ പുരസ്കാരം നേടുക എന്നുള്ളതൊക്കെ വളരെയധികം ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, റോഡ്രി എന്നിവർക്കിടയിൽ ഒരു കടുത്ത പോരാട്ടം നടക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കൂടാതെ ഡാനി കാർവഹൽ, അതുപോലെ തന്നെ ലൗട്ടറോ മാർട്ടിനസ് എന്നിവരുടെ പേരുകളൊക്കെ ഇപ്പോൾ സജീവമായി ഈ ഒരു സ്ഥാനത്തേക്ക് മുഴങ്ങിക്കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ വിനീഷ്യസ് ജൂനിയർക്കായിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിച്ചിരുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ബ്രസീൽ മോശം പ്രകടനം നടത്തിയത് യഥാർത്ഥത്തിൽ വിനീഷ്യസ് ജൂനിയർക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടിയേൽപ്പിച്ചത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.